എല്ലാവരും ഹരേ രാമ ഹരേ കൃഷ്ണ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആരാധനായ പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ സാർ നമ്മളൊക്കെ വളരെ ഉദ്ദേശിക്കുന്നത് ഈ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ ആരാധനായ ജ്യോതിദാസ് ഗുരുവായൂരിന്റെ അഷ്ടപതി ഇതോടൊപ്പം ഉണ്ടാവും. ഏവരെയും സ്നേഹത്തോടു കൂടി വിളക്ക് തെളിയിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. പീതാംബരം പീതാംബരം ശംഖചക്രകൗമോദകി സരസജം പീതാംബരം കരവിരാജിതം ശംഖചക്രകൗമോദകി സരസജം കരുണാസമുദ്രം കരുണാസമുദ്രം രാധാസഹായം രാധാസഹായം അതിസുന്ദര അതിസുന്ദര മന്ദഹാസം അതിസുന്ദര മന്ദഹാസം വാദാലയേശമനിശം കൃതി ഭാവയാമി വദാലയേശം ഹൃദി ഭാവയാമി ഭാവയാമി അജിത ഹരി നമുക്ക് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ അതിനുള്ളൊരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമയത്ത് നിങ്ങളോടൊപ്പം പൈതൃകത്തോടൊപ്പം എന്നും സഞ്ചരിച്ചിട്ടുള്ള സ്വാമിജിയെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങളൊന്നിരുന്ന് കീർത്തനം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. വാസുദേവായ നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ ദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗുരുവായൂരപ്പന്റെ ചാരത്തിരുന്ന് സന്നിധിയിൽ തന്നെ ഇരുന്ന് ശ്രീമദ് ഭാഗവത ശ്രവണം, ഭഗവാന്റെ തന്നെ സ്വരൂപമായ തേജസ്സായ ചൈതന്യമായ ഭാഗവത ശ്രവണത്തിന് നമുക്കൊരു മഹാഭാഗ്യം ഒരുക്കി തന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനും നല്ലൊരു അഭിനന്ദനം വേണം. കാരണം ഗുരുവായൂരപ്പൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ നമുക്കാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സപ്താഹം ചെയ്യാനുള്ള സുകൃതം ഭാഗ്യം ഭഗവാൻ ഒരുക്കി തന്നത്. ദേവസ്വം ബോർഡിൻ്റെ ആ ഒരു തീരുമാനം നല്ലൊരു അനുഗ്രഹമാണ്. അതിന് അക്ഷീണം പ്രവർത്തിച്ച പൈതൃകം ഗുരുവായൂർ സംഘടന കുറേ കാലമായി ഭാരതത്തിൻ്റെ പൈതൃകത്തെ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും അക്ഷീണം പ്രവർത്തിക്കുന്ന കുറേ വ്യക്തിത്വങ്ങളുടെ അശ്രാന്ത പരിശ്രമമാണ്. അവരുടെ പ്രയത്നം ഗുരുവായൂരിൽ തന്നെ സഫലമാക്കി. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഈ ഭാഗവത ശ്രവണത്തിന് ഭാഗ്യം കിട്ടിയത്. പൈതൃകം കുടുംബാംഗങ്ങൾക്കും നല്ലൊരു അഭിനന്ദനം. ഇന്നിവിടെ 1008 അമ്മമാരുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു ആലപ്പുഴി വരവേറ്റത്. അമ്മമാർക്ക് എല്ലാവർക്കും കാരണം ഇതൊരു ഭാഗ്യമാണ്, ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു വലിയൊരു മഹാസമ്മേളനം തന്നെയാണ് നടന്നത്. കാരണം ഭാരതത്തിൻ്റെ ഇന്നത്തെ ലോകത്തിൻ്റെ തന്നെ ഇന്നത്തെ ഒരാവശ്യമായിരിക്കണം. നാം എല്ലാവരും ഹൃദയം കൊണ്ടൊന്നാണ്, ആത്മാവ് കൊണ്ടൊന്നാണ്, ഈ ഭൂമി ഒന്നാണ്, ഇവിടെ ഇരിക്കുന്ന വായുവും വെള്ളവും ചൂടും ഒക്കെ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നാം 5 വിരൽ പോലെ വ്യത്യസ്തരാണെങ്കിലും ഒരു കൈത്തണ്ടയിൽ കോർത്തിരിക്കുന്ന പോലെ എല്ലാവരും ഒന്നാണെന്ന് വീണ്ടും വീണ്ടും ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കൃതി ഉറപ്പിക്കുന്ന ഒരു ഉദ്ഘാടന സഭയായിരുന്നു ഇന്നിവിടെ ഉണ്ടായിരുന്നത്. ഏറെ ആദരണീയനായ മെട്രോമാൻ, അദ്ദേഹത്തിന് മെട്രോമാൻ എന്നല്ല വിളിക്കേണ്ടത്, 88 വയസ്സ് 90 വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് അദ്ദേഹം. ആ പ്രായമൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയ ശക്തി തന്നെയാണ്. ഇത് സ്പിരിച്വൽ മെട്രോമാൻ എന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയത പലരും മനസ്സിലാക്കാറില്ല. ആ ആത്മീയ ശക്തി കൊണ്ടാണ് അദ്ദേഹം ഒരു ഉറപ്പോടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലും അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിയതും അതുതന്നെയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്ന ആത്മീയ ശക്തി ഉൾക്കൊണ്ടാണ് ശ്രീധരൻജി പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, അതുപോലെ ഇന്നെത്തിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രീ ജോയ് സാർ ഇടയ്ക്ക് പോയി, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഷിരീഫ് സാറിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹം ഭാരതീയ വിദ്യാഭവൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ രാമകൃഷ്ണ മഠത്തിൻ്റെ പ്രവർത്തനങ്ങളും, ജന്മം കൊണ്ട് ഒരു മുസ്ലിം ആണെങ്കിലും ഹൃദയം കൊണ്ട് തീർത്തും ഭാരതീയനായിട്ട് നമ്മൾ വല്ലുളാനിൽ നിന്ന് അവിടുത്തെ നിങ്ങളുടെ താലപ്പൊലിയും കഴിഞ്ഞ് ഘോഷയാത്രയുടെ പുറകിൽ വരുമ്പോൾ ഇവിടെ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം എന്നോട് വന്നു ഷെരീഫ് സാർ, അത് ഞാൻ എടുത്തോളാം സ്വാമി എന്ന്. കാര്യപുള്ളികൾ യോഗം കൂടി ആയിരിക്കാറ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും പ്രണാമം. അതുപോലെ താരാമേടം
കാർമേഘങ്ങളിൽ നിന്ന് വെള്ളം എങ്ങനെ നമുക്ക് സമയത്തിന് മഴ പെയ്യിക്കാം, എങ്ങനെ ഭൂമിയെ സംരക്ഷിക്കാം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇല്ലാതെയാക്കാം എന്നൊക്കെ പഠിപ്പിക്കുന്ന ആ അമ്മയ്ക്ക് ഇവിടെ ഈ സാന്നിധ്യത്തിൽ എത്താൻ സാധിച്ചത് ഇവിടെയും ഒരു കാർമേഘം പോലുള്ള മനസ്സിനെ ഒരുക്കുന്ന സപ്താഹമാണ്. എങ്ങനെ അതിൻ്റെ സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഇല്ലാതാക്കി മനുഷ്യ മനസ്സിൽ നിന്ന് സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദയയുടെയും വാത്സല്യത്തിൻ്റെയും മഴ പെയ്യിച്ചുകൊണ്ട് നമുക്കും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു ജന്മം എങ്ങനെ വാർത്തെടുക്കാം. ആ സാന്നിധ്യത്തിനും നമസ്കാരം. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് വിഗ്രഹസ്ഥാപനം നടത്തിയ ശ്രീ ഡോക്ടർ കിരൺജിയുടെയും ഇച്ഛാന്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആലാപനം കേട്ടാൽ തന്നെ അറിയാം ഹൃദയത്തിൽ എത്രമാത്രം അദ്ദേഹം ഭക്തി കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പൂജയിൽ ഭഗവാൻ എത്ര സന്തോഷിച്ച് കാണും. അത്രയും ഒരു ഹൃദയം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കീർത്തനം അദ്ദേഹത്തിനും ഇനിയും ഭഗവാൻ പൂജകൾ അവിടെ ചെയ്യാനുള്ളൊരു അനുഗ്രഹം ചെയ്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ ഇന്ന് എത്തിയിരിക്കുന്ന മറ്റ് മഹത് വ്യക്തിത്വങ്ങൾ നമുക്ക് 1000-ലധികം അമ്മമാരെ പങ്കെടുപ്പിക്കാനുള്ള അവർക്കുള്ള ബ്ലൗസ് പീസ് തന്ന ശ്രീ കീർത്തിജിയുടെ അവരുടെ കുടുംബത്തിന് ഒരു വലിയ മനസ്സാണ് അവർ കാണിച്ചിട്ടുള്ളത്. ഒരർപ്പണം തന്നെയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും പൈതൃക കുടുംബാംഗങ്ങളാണ്. ശ്രീ വാസുദേവൻജി അടക്കമുള്ള പൈതൃക കുടുംബാംഗങ്ങൾക്കും ഇവിടെ എത്തിയിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഈ മണ്ണിൽ പാദം വയ്ക്കാൻ ഭാഗ്യം കിട്ടിയ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആത്മബന്ധുക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി പ്രണാമം. നമ്മൾ ഭാഗവത സപ്താഹത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. വാസുദേവൻജി പറഞ്ഞു ഇത് ഭാഗവത ഉത്സവമാണ്. ഉത്സവം എന്നോ പറയുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരണം. ഒന്ന് കൊടിമരവും, 2 കൊടി ഉയർത്തുന്ന ഒരു കയറും കൊടിയും. ഈ 2 സാധനങ്ങൾ മനസ്സിൽ വരണം. ഒരു കൊടിമരമുണ്ട്, കയറ് കൊടിയും അങ്ങനെ ഉയർത്തും. ഇവിടെ എന്തിനാണ് ഭാഗവത ഉത്സവം എന്ന് പേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സ് കയറും. ആ കയറിൽ നിൽക്കുന്ന ഒരു കൊടി പോലെ നമ്മുടെ ചിന്തകൾ അങ്ങനെ താഴെ നിൽക്കുകയാണ്. ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുവെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. ലോകം നേരിടുന്ന 3 പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ലോൺലിനെസ് ആണ്, ഏകാന്തത. മനുഷ്യരുടെ ഏകാന്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആരുമില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് മനുഷ്യൻ മാറുന്നു. ഏകാന്തത ഒരു വലിയ പ്രശ്നമാണ്. ഞാനിന്ന് സപ്താഹത്തിന് വേണ്ടി രാവിലെ ഇന്നലെ രാത്രി അതിലേക്കാണ് എത്തിയത്. ചെന്നൈയിൽ സപ്താഹം കഴിഞ്ഞ് രാവിലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരമ്മയും കൊണ്ട് ഒരു മകൻ വന്നിരിക്കുകയാണ്. ഒരമ്മ ഏകാന്തതയിലേക്ക് വീണുപോയി. അമ്മ പല മരുന്നും കഴിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ പറയരുത്. ഇതാ അമ്മയുടെ മാത്രം കാര്യമില്ല. അപ്പം നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം, നാളെ നമ്മളാരും ഏകാന്തതയിൽ വീണു പോകരുത്. അപ്പം നമ്മുടെ മനസ്സാകുന്ന കൊടിയെ ഭാഗവതമാകുന്ന കയറുകൊണ്ട് ഗുരുവായൂരപ്പനാകുന്ന ആ ഒരു കൊടിമരത്തിൽ നമുക്ക് ബന്ധിക്കും. ഇവിടെ ഗുരുവായൂരപ്പനാണ് ആ കൊടിമരം, ഭാഗവതമാണ് കയറ്, മനസ്സാണ് കൊടി. ഈ ഭാഗവതമാകുന്ന കയറുകൊണ്ട് 7 ദിവസം കൊണ്ട് ഗുരുവായൂരപ്പനോട് ചേർത്ത് കെട്ടാൻ ഈ കൊടിയാകുന്ന മനസ്സിനെ ചേർത്ത് കെട്ടാനാണ് ഗുരുവായൂരപ്പൻ്റെ ഓഡിറ്റോറിയത്തിൽ ഭഗവാന്റെ ചാരത്തിരുന്ന് നാം ഭാഗവതം കേൾക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, കൂടി ഗുരുവായൂരപ്പനുണ്ടായിരിക്കും. ഏകാന്തത ഒരു വലിയ പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് സുരക്ഷിതത്വം. മനുഷ്യനെന്ന് സുരക്ഷിതരല്ല. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ. നമ്മുടെ കേരളം ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വാർത്തകളും നമ്മൾ വായിക്കുന്നത് എന്തൊരു വേദനാത്മകമാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ക്രൂരമായി നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ ജൂനിയേഴ്സിനൊക്കെ റാഗ് ചെയ്ത് പീഡിപ്പിക്കുന്ന രംഗങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം വലിയ ഒരു ഞാൻ പറയാൻ പാടില്ല, ഒരു നാണമില്ലാതെ തന്നെ മന്ത്രി പറയുകയാണ്, കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങൾക്കത് അറിയാമെന്ന് ഒരു മന്ത്രി തുറന്നു പറയുകയാണ്.
ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് പല ഭാഗത്തു നിന്നും ഒഴുകുന്നു എന്ന് പറയുക. അപ്പൊ നാളെ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ല. ആരൊക്കെയോ ലഹരിയിൽ അടിമപ്പെട്ട് ഇപ്പോ ഉത്സവ പറമ്പുകളൊന്നും ഒരു സുരക്ഷിതരല്ല. ആന എപ്പോഴാണ് അടയാന്നറിയില്ല. ഈ ആവേശങ്ങളൊക്കെ കാണിച്ച് ആനയെ പോലും പ്രകോപിപ്പിക്കുക. ഈ ലഹരിയിൽ അടിമപ്പെട്ട ചെറുപ്പക്കാര് ഒരു അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ? നമ്മുടെ ഗുരുവായൂരൊക്കെ ഇനി എത്ര കാലം സുരക്ഷിതമായിട്ടിരിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പരിവർത്തനം സമൂഹത്തിൽ ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ കുട്ടികൾക്കുണ്ടാവണമെങ്കിൽ, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ തോൽപ്പിക്കണമെങ്കിൽ അതിന് മനക്കരുത്തുള്ള കുറെ കുട്ടികൾ നമുക്ക് വേണം. ആ മനക്കരുത്ത് അവർക്ക് പകർന്നു കൊടുക്കാൻ 7 ദിവസത്തെ ഭാഗവതത്തിന്റെ കരുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പരിവർത്തനം കുറച്ചു പേരിലേക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ നാളെ നമ്മുടെ കുട്ടികൾ പറയണം, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞത് ഭാഗവത ലഹരിയാണ്, ആത്മീയ ലഹരിയാണ്. ഇത് തന്നെയാണ് സൗന്ദര്യ ലഹരി, ഇത് തന്നെയാണ് ആനന്ദ ലഹരി. ക്രമേണ ക്രമേണ നാളെ അവർക്കും ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം, ഒരു പ്രോത്സാഹനം നമുക്കുണ്ടാകണം. നമ്മുടെ ഒരു ലക്ഷ്യം അതാണ്. വഴിതെറ്റി പോകുന്ന കുട്ടികളെ ഇതിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. വേണ്ടതുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ടോ? എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളതാണ്. കാരണം ഇതിനെക്കുറിച്ച് ഗൗരവമായിട്ട്, കാരണം കേരളം പിടിവിട്ടു പോകുന്നുണ്ടോ? പല കോളേജുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആശങ്കയിലാണെന്ന് വളരെ പേടിക്കണം നമ്മൾ. കുട്ടികൾ കോളേജിൽ പറഞ്ഞയക്കുമ്പോൾ നാളെ എന്താ അവിടെ സംഭവിക്കുക എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നമ്മളെ കുട്ടികളിലൂടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ 7 ദിവസത്തെ സപ്താഹത്തിലൂടെ നമുക്ക് സാധിക്കും. ഞാനിത് എന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗവതം തുടങ്ങുന്നത് തന്നെ ഒരമ്മയുടെ കരച്ചിലൂടെയാണ്. തൻ്റെ 2 മക്കളും തളർന്നുപോയ ഒരമ്മ കരയുകയാണ്. കരയുന്ന അമ്മയുടെ അടുത്തേക്ക് നാരദ മഹർഷി എത്തിച്ചേരുന്നു. നാരദ മഹർഷിയിട്ട് അമ്മ സംവദിക്കുകയാണ്. എന്താണ് ഈ കുട്ടികൾ തളരാൻ കാരണം? ഈ കുട്ടികൾ അനുഭവിക്കുന്ന അവഗണനയും, ഈ കുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച അവജ്ഞയും വേദനയും ദുഃഖവും നമുക്ക് എന്തൊരു റിലവൻ്റ് ആണ് ശ്രീമദ് ഭാഗവതം ഈ കാലഘട്ടത്തിൽ, മോഡേൺ കാലം. ഇന്ന് അമ്മമാര് കരയുകയാണ്, ഇന്നും അമ്മമാര് കരയുകയാണ്. കാരണം ഇന്ന് അമ്മമാര് കരയുന്നത്, ഒരു വശത്ത് കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുണ്ട്, ജോലിയില്ല. ഇദ്ദേഹം ഒരുപാട് കോളേജിന്റെ ഡയറക്ടറാണ്. അവർക്ക് ഒരുപാട് കോളേജുകളുണ്ട്. ചോദിച്ചു നമുക്ക് എത്ര കുട്ടികൾക്കാണ് ഇവിടെ കേരളത്തിൽ ജോലി കിട്ടുന്നത്? ഇന്ന് ജോലി കിട്ടാൻ സാധിക്കുന്നില്ല, ഒക്കെ പുറത്തേക്ക് പോവാൻ. അമ്മമാര് കരയാണ്, മക്കളെ അടുത്ത് കാണാൻ പറ്റുന്നില്ല. അമ്മമാര് കരയുകയാണ്, മക്കളെ പലപ്പോഴും വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ടു പോകുമെന്ന്. അമ്മമാര് കരയുകയാണ്. ഇന്ന് കുട്ടികളുടെ ജീവിതത്തിൽ അവര് ഒരു കല്യാണം നടക്കുന്നില്ല, നടന്നാൽ തന്നെ അത് എത്ര കാലം എന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ. ഒരു വശത്ത് ഇതെല്ലാം നടക്കുമ്പോൾ വേറെ വശത്ത് നിങ്ങൾ നോക്കൂ, അമേരിക്കയിൽ നിന്ന് എത്ര ആളുകളെ തിരിച്ചു പറഞ്ഞിരിക്കുന്നത്, ലക്ഷോപലക്ഷം രൂപയും കൊടുത്ത് അമ്മമാരെ കരയുകയാണ്. എന്നും അമ്മമാരുടെ കരച്ചിലുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാവും. കണ്ടില്ലേ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ, കുറേ ആളുകൾ മരിക്കുക. ഇപ്പൊ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ, നമുക്ക് പല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ സമൂഹത്തിൽ തന്നെ അതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ അമ്മമാരൊന്നിച്ചിറങ്ങ് തന്നെ വേണം. കേരളത്തിൽ മാറ്റം ഉണ്ടാവണം. കാരണം കേരളം മാറിയേ പറ്റുള്ളൂ. നമുക്ക് നാളത്തെ തലമുറയ്ക്ക് വിദേശത്തൊന്നും പോകണ്ട, ഇവിടെ തന്നെ അതിനുള്ള സൗകര്യങ്ങളും പഴയ കൂട്ടുകുടുംബങ്ങൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ആത്മീയത അതൊരു പൂർണ്ണതയിലെത്തുന്നത്. നാളത്തെ തലമുറയ്ക്ക് എന്ത് സാധിക്കുന്നുണ്ട്? അതിന് നമുക്ക് ആത്മീയതയുള്ള ഗവൺമെന്റുകളിലേക്ക് പോകണമെങ്കിൽ ആ അവബോധം സമൂഹത്തിലേക്ക് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അവരിവിടെ തന്നെ നമുക്ക് വേണ്ടുന്ന, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒരു പ്രസംഗമായി കാണരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു വശത്ത് ഭക്തിയും ഭജനയും പാട്ടും പാടുന്നുണ്ട്, വേറൊരു വശത്ത് മക്കളൊക്കെ ദൂരേക്ക് പറന്നു പോകുന്നു, അല്ലെങ്കിൽ അകന്നു പോകുന്നു. നമ്മൾ കുറേ കഴിഞ്ഞാൽ, വയ്യാതെയായി കഴിഞ്ഞാൽ ഈ ഭക്തിയൊന്നും നമ്മുടെ കൂടെ ഇല്ല. നമ്മളൊക്കെ അസ്വസ്ഥരാണ്. പിന്നെ വല്ല ഓൾഡ് ഏജ് ഹോമുകളിലേക്കൊക്കെ നോക്കണം. ഇന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന അമ്മ
ദിവസവും നാരായണീയം വായിക്കുന്ന അമ്മയാണ്, വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്ന അമ്മയാണ്. ഇന്നിപ്പോൾ അമ്മയ്ക്ക് അതൊന്നും ഓർമ്മയിലില്ല. അമ്മയ്ക്ക് ഇന്ന് കുറേ ദുഃഖങ്ങളും വിഷമങ്ങളുമാണ്. ഇതുപോലെ ആവാതിരിക്കണമെങ്കിൽ നമുക്ക് നാളത്തെ തലമുറകളെ കുറെ കൂടി ബോധമുള്ളവരാക്കി മാറ്റണമെങ്കിൽ ഞാനും നിങ്ങളും കുറച്ചൊരു ബോധമുള്ളവരായി മാറണം. ഭാഗവതം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമല്ല, നാളത്തെ തലമുറയ്ക്കുള്ള ഒരു ധർമ്മബോധമാണ്. നേരത്തെ പറഞ്ഞില്ലേ, വെളിച്ചമാണ്. ഒരു വലിയ വെളിച്ചം പകർന്നു കൊടുക്കുകയാണ്. നാളെ ഇത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമൂഹമായിരിക്കണം ഈ നാട് ഭരിക്കേണ്ടത്. കേരളം അങ്ങനെയുള്ളവരെ കൊണ്ട് ഭരിപ്പിക്കാനാണ് നമ്മൾ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ ഈ ഭാഗവതം നടത്തുന്നത്. കാരണം യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് നേരത്തെ പറഞ്ഞില്ലേ ശ്ലോകങ്ങൾ. അതിന്റെ അർത്ഥം കേവലം ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നു എന്ന് മാത്രമല്ല, പാണ്ഡവന്മാരെ നിമിത്തീകരിച്ചുകൊണ്ട് ഭഗവാൻ ഭാരതത്തിന്റെ ഒരു ഭരണഘടന തന്നെ മാറ്റിക്കൊണ്ട് ധാർമ്മികതയിലേക്ക് ലോകത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്താഹത്തിന്റെയും ഒരു ലക്ഷ്യം ധാർമ്മിക ബോധമുള്ള ഒരു രാഷ്ട്രീയ സമൂഹത്തെ വരുന്ന തലമുറകളെ വാർത്തെടുത്തുകൊണ്ട് നാളെ ഇവിടെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നിലനിൽക്കാനും ഇവിടെ തന്നെ ജീവിതം കണ്ടെത്താനും സാധിക്കുന്ന തലമുറകളെ വാർത്തെടുക്കുക എന്നതാണ്. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? അതിനാവണം നമ്മൾ ഈ ഭാഗവതം നടത്തുന്നത്. കാരണം നമുക്ക് അങ്ങനെയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കണം. അല്ലാതെ നമ്മൾ വെറുതെ നാമം ചൊല്ലിക്കൊണ്ടതൊന്നും പോയത് കൊണ്ടൊന്നും നമുക്ക് ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവഗണിക്കാൻ പറ്റില്ല. അവസാനം കൃഷ്ണന്റെ കുലം തമ്മിൽ തള്ളി തകർന്നതുപോലെ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടവരായി മാറരുത്. അതൊരു വാണിംഗ് ആണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കുലം തകർന്നത് കഥ പറയാനില്ല. ഇറ്റ്സ് എ വാണിംഗ് ഫോർ എവരിവൺ. നമുക്കൊരു വാണിംഗ് ആണ്, ഇങ്ങനെ സംഭവിക്കരുത്. നാളത്തെ തലമുറകളെ നമുക്ക് ഈ ബോധത്തിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ ഈ ഭാഗം. മൂന്നാമത്തെ ഒരു പ്രശ്നം നേരത്തെ വളരെ മനോഹരമായിട്ട് കിരട്ടി അവതരിപ്പിച്ചു. മനുഷ്യൻ തൃപ്തനല്ല. ഇത് വളരെ അസ്വസ്ഥരായി മാറിക്കൊണ്ടിരിക്കും. കാരണം ഇന്ന് ഓൺലൈൻ മാർക്കറ്റിംഗ്, അത് നമ്മുടെ കുട്ടികൾ നോക്കൂ, പണം ഇല്ലാത്തത് കൊണ്ടില്ല, പണം പലപ്പോഴും അമിതമായി പലതിനും ചെലവഴിച്ച് അവസാനം വേണ്ടതിലില്ലാതെ അങ്ങനെ കുട്ടികളുടെ മനസ്സ് കൈവിട്ടു പോകുന്നു. ഒരു തൃപ്തിയില്ല. അതെന്തുകൊണ്ടാണ്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഭക്തിയുടെ രസം വരുന്നിടത്താണ് മനസ്സിന്റെ തൃപ്തി വരുന്നത്. മനസ്സിന്റെ തൃപ്തി ഉള്ളിടത്താണ് ജീവിതത്തിന്റെ ഒരു ശക്തിയും അതുപോലെ ആസ്വാദനവും വരുന്നത്. ആ മനസ്സിനെ തൃപ്തിയിലേക്ക് നയിക്കാൻ ഒരു 7 ദിവസത്തെ ഭാഗവത സപ്താഹം നിങ്ങൾ കേട്ടു നോക്കൂ. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ആനന്ദവും സന്തോഷവും കിട്ടാം. വേറെ ഒന്നിൽ നിന്നും കിട്ടാത്ത ഒരു ആനന്ദം, ഒന്നിൽ നിന്നും കിട്ടാത്ത ഒരു സുഖം. 7 ദിവസത്തെ ഭാഗവത സപ്താഹം, അത് ഒന്നിച്ച് നമ്മളിരുന്ന് നാമജപങ്ങളും ഭജനകളും കീർത്തനങ്ങളും പാടുമ്പോൾ, ഭാഗവതം ആസ്വദിക്കുമ്പോൾ വലിയൊരു മാറ്റമുണ്ടാവും. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, കഴിയുന്നതും നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ രാവിലെ ഒരു 6 മണിക്ക്, നമ്മൾ ദിവസവും 6 മണിക്കാണ് ആരംഭിക്കുന്നത്, ഇവിടെ വിഷ്ണു സഹസ്രനാമത്തിന് കൊണ്ടുവരികയാണെങ്കിൽ, സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു തരംഗം, അതിൻ്റെ ഒരു വൈബ്രേഷൻ, അതിൻ്റെ ഒരു എനർജി ലെവൽ, അത് മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം അത്ഭുതകരമായിരുന്നു. ഒരു 7 ദിവസം കൊണ്ട് ആ മർമ്മരം നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് അതിങ്ങനെ ശിരസ്സുകളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് കുറെ കഴിഞ്ഞാൽ ഈ മദ്യപാനികളൊക്കെ ഉണ്ടല്ലോ നമ്പാവുന്നത്, ബ്രെയിൻ അങ്ങോട്ട് നമ്പാൻ മാറുക. അതുപോലെ നമ്മുടെ ബ്രെയിൻ അവിടെ നമ്പായി എല്ലാ തോട്ട്സുകളും പ്രോസസ്സുകളൊക്കെ അവിടെ നിന്ന് വേറൊരു ആനന്ദത്തിലേക്ക്, ഒരു ലഹരിയിലേക്ക്, ഒരു സുഖത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട് പ്രോസസ്സിനെ മുഴുവൻ ഏതൊരു ശക്തി പിടിച്ചു വെച്ചുകൊണ്ട് പിന്നെ അതിനെ മുഴുവൻ ഒരു ഡിവൈൻ, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങൾ രാവിലെ 6 മണിക്കൂടെ വന്നു നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. 7 ദിവസം കൊണ്ട് നമുക്ക് ഈ തലച്ചോറിനകത്ത് ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കും. അപ്പൊ നമുക്ക് തൃപ്തിയുള്ളവരായി മാറണം, ശക്തിയുള്ളവരായി മാറണം. അതുപോലെ നാളത്തെ തലമുറയ്ക്ക് വെളിച്ചം പകരുന്നവരായി മാറണം. 7 ദിവസം കൊണ്ട് ഇത് നേടാനാണ് ഞാനും നിങ്ങളും ഈ മണ്ണിൽ, ഭഗവാന്റെ മണ്ണിൽ വന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനും അത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയും, ദുർബലന്മാരാവരുത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഭഗവാന്റെ ആവർത്തിച്ചുള്ള റിക്വസ്റ്റാണ്, നിങ്ങൾ ഒരിക്കലും നത്തും ശോചിതും അരഹസി. ഗീതയിൽ 2nd ചാപ്റ്ററിൽ ഭഗവാൻ ആവർത്തിച്ച് പറയുന്നതാണ്, നത്തും ശോചിതും അരഹസി. ഒരിക്കലും നിങ്ങൾ മെന്റലി ഡൗൺ ആവരുത്, ഒരിക്കലും നിങ്ങളെ തളർത്തരുത്. അതിനുള്ള ഊർജ്ജം എവിടുന്ന് കിട്ടും?
ആ ഊർജമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വെറും കൊടിയാകുമ്പോൾ, ആ കൊടി താഴെ കിടക്കുമ്പോൾ, ഈ കൊടിയെ ഒന്ന് ഉയർത്തണമെങ്കിൽ, ഈ കൊടിയൊന്ന് ചേർത്ത് വെക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരു ഊർജം ഉണ്ടാവണമെങ്കിൽ ഒരു മരം, കൊടിമരം വേണം. അത് തന്നെയാണ് അത് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ തരുന്ന കൃഷ്ണശക്തി എന്നുള്ളത്. ശ്രീമദ് ഭാഗവതത്തിൽ പറയും ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ കൃഷ്ണമേനം അഭീഹിത്വം ആത്മാനം, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മശക്തി. ആ കൃഷ്ണൻ തന്നെ ഏത് രൂപത്തിലാണ്? നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പ് തന്നുകൊണ്ട്, കരുത്ത് തന്നുകൊണ്ട്, അതിൽ നിങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ട് 7 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ പറയും, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഒറ്റപ്പെടാൻ സാധ്യമല്ല, എന്റെ കൂടെ എപ്പോഴും കേട്ടില്ല, ഭഗവാൻ ഉണ്ടെന്ന് ഉറപ്പ്. ഇപ്പൊ നിങ്ങൾ പറയണം, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, അതങ്ങടെ ഉറച്ചു കിട്ടും കേട്ടുള്ളില്, അതങ്ങടെ കോൺക്രീറ്റ് ആക്കി തരും ഭാഗവതം. അങ്ങനെ 7 ദിവസം കൊണ്ട് ആ മനോബലവും നേടിക്കൊണ്ട് മനസ്സിൽ സംതൃപ്തിയുള്ളവരായി, ഒരിക്കലും നമ്മൾ എവിടെയോ ആണ് തൃപ്തി എന്ന് തോന്നാതെ, ആരുടെ അടുത്ത് പോയി എവിടെയൊക്കെയോ പോയി, ഭാഗവതത്തിൽ പറയും ദാമൻ എങ്ങോട്ടൊക്കെയോ ഓടി, അങ്ങനെ ഓടിപ്പോകുന്നിടത്തല്ല, ഇവിടെ ഒരു 10 മിനിറ്റ് ഭഗവാന്റെ ആ നാമജപത്തിൽ അങ്ങനെ ഇരുന്ന് ലയിച്ച് രസിച്ച് അതിലൊരു ആനന്ദം കണ്ടെത്തുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഒരു നിർവൃതി അത് അവർണ്ണനീയമാണ്. ഇത് അനുഭവിച്ച അനവധി ഗുരുക്കന്മാരിരുന്ന തപോഭൂമിയാണ് ഈ ഗുരുവായൂർ. പൂന്താനത്തിന്റെ ഈ ഭൂമി ഉണ്ടല്ലോ, ഇവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പാടിയത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാണ് എന്ന് പാടിയത് ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ടാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് പാടിയത്, നിത്യം ചിത്തസ്ഥിതം മേ പവനപുരവതേ കൃഷ്ണകാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി. ഈ പുണ്യഭൂമിയിലിരുന്നു ഭഗവാന്റെ ഈ ഭൂമിയിലിരുന്നുകൊണ്ട് പാടിയതാണ്. ഹൃദയത്തിൽ ഭഗവാന്റെ ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിത്യം ചിത്തസ്ഥിതം മേ പവനപുരവതേ കൃഷ്ണകാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി. 7 ദിവസം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഭഗവാന്റെ ഒരു സാന്നിധ്യം, ശക്തി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതാണ് ഭാഗവതത്തിലൂടെ നമ്മൾ ഒരു 7 ദിവസത്തെ ഒരു തീർത്ഥയാത്ര നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വരുന്ന ദിവസങ്ങൾ കാലത്ത് 6 മണി മുതൽ തുടങ്ങി നമ്മൾ സാധാരണ സപ്താഹങ്ങൾ ചെയ്യുന്ന പോലെ വൈകുന്നേരം നാളെ നമ്മൾ വരാഹ അവതാരത്തെ കാണും. പിന്നെ 2-ാമത്തെ ദിവസം നമ്മൾ ഋഷഭാവതാരത്തെ കാണും. 3-ാമത്തെ ദിവസം നമ്മൾ നരസിംഹാവതാരത്തെ കാണും. അന്ന് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ ഇവിടെ നരസിംഹ രൂപത്തിൽ വരുമോ എന്ന് നമുക്ക് നോക്കാം. 4-ാമത്തെ ദിവസം കൃഷ്ണാവതാരം, ഭഗവാന്റെ അവതാരം തന്നെ ഇവിടെ നടക്കും. പിന്നെ രുക്മിണീ സ്വയംവരം, ഇതൊരു ഉത്സവം തന്നെയായി മാറും. പുറമേക്കൊരു ആഘോഷവും അകത്തൊരു ഉത്സവവും മനസ്സുയർത്തുന്ന ജീവിതത്തിന്റെ മാറ്റമുണ്ടാക്കുന്ന ഉത്സവമായി മാറും. അപ്പൊ അതിനാണ് നിങ്ങളും ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ വരുന്ന ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, എനിക്കും കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ഭാഗവതത്തിന് അങ്ങനെ ഒരു പ്രത്യേകത അല്ല. അത് നമുക്ക് തോന്നും ആദ്യക്കെല്ലാം മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പോഴും ഭാഗവതം മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും, ഓരോ പ്രാവശ്യം പറയുമ്പോഴും, ഓരോ ഓഡിയൻസിനോട് പറയുമ്പോഴും മീനിങ് വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് തന്നെ പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പ്രഭാഷണങ്ങളാവില്ല പിന്നീട് ഞാൻ പറയുന്നത്. ടോട്ടലി ഡിഫറെൻറ്റ് ഇൻ്റർപ്രിറ്റേഷൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് കാണാം. ഇതെങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു പിടിയില്ല. അതൊരു പക്ഷേ ഓഡിയൻസിലുള്ള ആൾക്കാരുടെ ജിജ്ഞാസയായിരിക്കാം, അത് ഭഗവാന്റെ അനുഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ പൂർവികരൊക്കെ ചെയ്ത എന്തോ പുണ്യവും സുഹൃതൊക്കെ ആയിരിക്കാം നമുക്കത് കിട്ടുന്നതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു 7 ദിവസം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഭാഗവതാമൃതം എടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ജീവിതം ഒരു മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ
നോക്കിക്കൊണ്ട് അയ്യോ പാവം കഷ്ടം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ദീനതയാവില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തതയും നമ്മുടേതായിട്ടുള്ള ഒരു ഉറപ്പും നമ്മുടേതായിട്ടുള്ള ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും ഇത് വേണ്ടേ? നമുക്ക് വേണ്ടേ? ഒരു 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 ധൈര്യം, എവിടെയോ ഒരു ധൈര്യം. ആരുമില്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മറ്റുള്ളവരെ ഒന്നും ഞാൻ നോക്കുന്നില്ല പറഞ്ഞാൽ സ്നേഹം കൊണ്ട് നോക്കുന്നില്ല എന്നല്ല, ഞാൻ അപേക്ഷിക്കുന്നില്ല, ആശ്രയിക്കുന്നില്ല, ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു മനോബലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചാൽ, പരീക്ഷിത്ത് മഹാരാജാവ് ഭാഗവതം കേട്ടുകൊണ്ട് അവസാനം പറയുന്നത് പോലെ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നഭിഭേമ്യഹം, എനിക്കിപ്പോ തക്ഷകനെയോ മരണത്തെയോ ഭയമില്ല. എവിടെയോ അതൊക്കെ ഉൾക്കൊള്ളാനോ എവിടെയൊക്കെ അതിനൊക്കെ ഫേസ് ചെയ്യാനോ ഒരു ആത്മബലം, എവിടെയോ ഒരു മനോബലം തന്റെ ഉള്ളിൽ, ഈ മനോബലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. മനുഷ്യ ജീവിതത്തിലുണ്ടല്ലോ ഈ മനോബലം നമുക്കുണ്ടെങ്കിൽ ഡിപ്രഷൻ എന്നൊരു രോഗം മനുഷ്യനുണ്ടാവില്ല. മനുഷ്യന് ഡിപ്രഷൻ വരുന്നത് ലോൺലിനെസ്സിൽ നിന്ന് വരുന്നതാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കാവുകയാണ്. അപ്പോഴേക്കും മനസ്സ് പറയാൻ ആരുമില്ല, എൻ്റെ കൂടെ ആരും സ്നേഹിക്കാനില്ല, ആരും വേണ്ടി പറയാനില്ല. ഇതൊക്കെ ആ പ്രതീക്ഷകൾ വരാൻ കാരണം ഡിപ്പെൻഡൻസി വന്നു. എവിടെയോ നമ്മളൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ആ ഡിപ്പെൻഡൻസിയിൽ നിന്ന് നമ്മൾ മനസ്സിനെ, ഞാൻ നേരത്തെ ദൈവം പറഞ്ഞു, ഷെറീഫാണ് പറഞ്ഞുണ്ട്, ആ ഭക്തി എന്ന് പറയുന്നത് അതൊരു നിരപേക്ഷമായ ഭക്തിയാണ്. ഒരാളിൽ നിന്നും ഒന്നും നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ലാതെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ സാധിക്കുന്ന ഒരു ഭക്തി, ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുന്ന ഒരു കരുത്ത്, അത് നമുക്ക് 7 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചാൽ നമ്മളാണ് സുകൃതികൾ, നമ്മളാണ് ഭാഗ്യം ചെയ്തത്. കാരണം നിങ്ങളെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഭാഗവതം അടിച്ചുറപ്പിച്ച് നമ്മുടെ തലയിൽ ഉറപ്പിക്കുകയാണ്. നിങ്ങളെ തളർത്താൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. ആ ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കാൻ, അതിനൊരു ദൃഢത വരുത്താൻ, അതിനൊരു കരുത്ത് വരുത്താൻ, അതിനൊരു ഊർജ്ജം വരുത്താൻ 7 ദിവസം ആണി അടിച്ചുറപ്പിക്കുന്ന പോലെ നമ്മളിതിങ്ങനെ ആവർത്തിച്ച് ഭാഗവതം ഉറപ്പിക്കും. 7 ദിവസം ഇന്ന് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഒന്ന്, ഈ ഒരു സന്നിധിയിൽ ഇരിക്കുക എന്ന് തന്നെ ഒരു വലിയ ഭാഗ്യം. വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. നമുക്ക് സാധാരണ സപ്താഹങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസം ഈ ഗുരുവായൂരുണ്ടല്ലോ. പറയുന്നു, സ്വാമി എനിക്ക് എവിടെയും പോകാൻ വയ്യ, ഞാൻ എവിടെയും പോകാറില്ല. പക്ഷെ ഞാൻ ഗുരുവായൂരിൽ അങ്ങോട്ട് എത്തി ആ ഒരു അവിടേക്ക്, കാരണം മിനിസ്റ്ററായതുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടില്ല. എനിക്ക് ആ അമ്പലത്തിൻ്റെ അങ്ങോട്ട് എന്തോ അറിയില്ല, അങ്ങോട്ട് എത്തിയാൽ എവിടുന്ന ഒരു 1000 ആനയുടെ ശക്തിയായിരിക്കും. എന്നെ ഒരാളും പിന്നെ പിടിക്കണ്ട, അല്ലെങ്കിൽ 2 പേരും പിടിക്കണം. കാരണം അവർക്ക് ബാലൻസ് ഒക്കെ ഒത്തിരി കുറവാണ്. ഒരാൾ എന്നെ പിടിക്കണ്ട, എവിടുന്നോ ഒരു ഊർജം. അപ്പം നമുക്ക് ഈ അന്തരീക്ഷത്തിന് ഇത്രയും ഊർജം തരാൻ സാധിക്കുന്ന ഈ ഒരു സന്നിധി, വാതരോഗം കൊണ്ട് പരവശനായ ഭട്ടതിരിപ്പാടിന്റെ വാതരോഗത്തെ മാറ്റിക്കൊടുത്ത ഈ ഗുരുവായൂരപ്പനാകുന്ന വലിയ വൈദ്യന്റെ സന്നിധിയിൽ ഇവിടെ വെറുതെ ഇരുന്ന് ഭാഗവതം കേട്ടാൽ തന്നെ പല രോഗങ്ങളും മാറും, പല അസുഖങ്ങളും മാറും. ഒരുപക്ഷെ നമ്മൾ പോലും അറിയില്ല ഈ മഹാത്ഭുതം നമ്മൾ സംഭവിക്കുന്നു. ഭഗവാൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, ഒരേ ഒരു കാര്യം. ഭഗവാൻ പറയുന്ന ഭക്തി, അത് നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായി ഒരു സമർപ്പണത്തോടുകൂടി എനിക്കിങ്ങോട്ട് തന്നാൽ മതി. നിങ്ങളുടെ മനസ്സിനെ ഇങ്ങോട്ട് തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നിങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കിത്തരാം. അതാണ് നമ്മൾ പലപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴല്ലോ ക്ലിക്ക് ചെയ്യാത്തൊരു കാര്യം. ആ സമർപ്പണം എന്നൊരു സാധനം അതത്ര എളുപ്പമല്ല. കാരണം അപ്പോഴേക്കും നമ്മുടെ മനസ്സ് 100,000 ചിന്തകളിലേക്ക് പോകും. ഒരു 7 ദിവസം ഇപ്പം നിങ്ങൾ നോക്കും, തൊഴുതു പോകുന്നവരെക്കാൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം തൊഴുതു പോകുന്നവരകത്ത് ചെന്ന് തൊഴുതു പോയാൽ പുറത്തേക്ക് കിടന്നാൽ അപ്പം ഷോപ്പിങ്ങിലേക്ക് പോയി. കാരണം ഓരോ സാധനങ്ങൾ മേടിക്കാൻ അകലത്ത് ചെന്നാൽ തന്നെ പായസം ചിട്ടാക്കണോ, നെയ്പാസം ചിട്ടാക്കണോ, ചിന്ത പോയി. മനസ്സ് ഭഗവാനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന, നിങ്ങൾ സത്യം പറയും, ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഭഗവാനെ മനസ്സ് പിടിച്ചു നിർത്താൻ പറ്റുന്ന സമയം കുറവാണോ കൂടുതലാണോ?
നിങ്ങളൊരു ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ടോട്ടൽ സമയം എടുക്കുക. നിങ്ങളൊന്ന് ടോട്ടൽ സമയത്തെന്ന് നോക്കുക. അതിൽ എത്ര പെർസെൻറ്റേജ് ഗുരുവായൂരപ്പൻ്റെ സ്മരണയിൽ വെച്ചിട്ടുണ്ടാകും? എത്ര ഷോപ്പിങ്ങിന് വെച്ചിട്ടുണ്ടാകും? എത്ര ദോശ ഇഡ്ഡലിയിട്ട് പോയിട്ടുണ്ടാകും? അത് ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കണം? പിന്നെ ലോഡ്ജിൻ്റെ കാര്യം, ഇവിടെ താമസിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ കാര്യം, വെള്ളം വേണം, അത് വേണം, ഇത് വേണം. ഇങ്ങനെ 100 കാര്യങ്ങളിൽ ആകെ ഒരു 5-10 മിനിറ്റ് അത് തന്നെ അപ്പോഴേക്കും തള്ളും ദിക്കും ഇടിയൊക്കെ. നിങ്ങൾക്ക് ഒരു 7 ദിവസം ഒരു ചിന്തയുമില്ല പൂർണ്ണമായി ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കാൻ സാധിക്കുന്ന ഇത്രയൊരു അവസരം ഗുരുവായൂരപ്പൻ ഒരുക്കി തന്നത് ഇതിപ്പോ ഒരു ഭാഗ്യം, അന്ധഭാഗ്യം ജനാനാം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. അല്ലെ, ഇതൊരു വലിയ സുഹൃതമാണ്. 7 ദിവസം നിങ്ങൾക്ക് ഇതിനോട് വറിയേ ഇതിലേക്ക് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ, ജസ്റ്റ് ഇവിടെ വന്നിരുന്നാൽ മതി. അതും 7 ദിവസം കൊണ്ട് ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയത് പറയുക, ഈ മണ്ണിലാണ് പണ്ഡിറ്റ് ഗോപാലൻ നായരിനെ പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഭാഗവതത്തിന് സമ്പൂർണ്ണ വ്യാഖ്യാനം രചിച്ചു ഈ ഭഗവാന്റെ ഈ സന്നിധിയിലൊക്കെ. അപ്പൊ ഭാഗവതത്തിന്റെ അത്രയും ഓളം അടിക്കുന്ന ഈ ഭൂമി ഒരുപക്ഷെ ഗുരുവായൂരപ്പനെ ഒരു ഇന്റർനാഷണൽ ഗോഡാക്കി മാറ്റിയത് ഗുരുവായൂരപ്പനെ ഒരുപക്ഷെ ഗുരുവായൂരുകാരുടെ ഈ തൃശ്ശൂർകാരുടെ ഒരു എന്താ പറയാ ഒരു അഹങ്കാരത്തിലുള്ളപ്പോൾ ഗുരുവായൂരുകാരുടെ അഹങ്കാരത്തിൽ ഒതുക്കി നിന്ന സാമൂതിരി രാജാക്കൻ കോവിലകത്തിന്റെ ഒരു നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒരു അമ്പലത്തെ ഭാരതത്തിൽ മുഴുവൻ പ്രചരിപ്പിച്ച ഗുരുവര്യനാണ് ആഞ്ഞം മാധവൻ. അങ്ങനെയാണ് കൽക്കട്ടയിൽ ഗുരുവായൂരപ്പൻ വരുന്നത്, ബോംബെയിൽ ഗുരുവായൂരപ്പൻ വരുന്നത്, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും. എന്തിനേറെ ഇന്നിപ്പോൾ അമേരിക്കയിൽ ഹ്യൂസ്റ്റണിലും അമേരിക്കയിൽ ഡാലസിലും ഒക്കെ ഗുരുവായൂരപ്പൻ്റെ അമ്പലം, ഇപ്പോഴത്തെ ലണ്ടനിൽ വരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളും. ഈ സ്ഥലങ്ങളിലൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഒരു ചൈതന്യത്തെ പ്രചരിപ്പിച്ച് ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ ഗോഡാക്കി ഭഗവാൻ ഇന്റർനാഷണൽ വിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഭാഷയുടെ പരിമിതി കൊണ്ട് പറയുന്നത് അവിടെ ആ ഒരു ഗുരുവായൂരപ്പൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ച് പറഞ്ഞു. അപ്പോൾ പറയണം, അങ്ങനെ തപസ്സികളായ ആഞ്ഞം മാധവൻ നമ്പൂതിരി, അനവധി ഗുരുക്കന്മാർ, എത്രയെത്ര ആളുകൾ, ഇവരൊക്കെ ഈ തപസ് ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലിരുന്ന് ഭാഗവതം വായിച്ച ഈ പവിത്ര ഭൂമി, അതിൻ്റെ ഓളം തട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ അലകൾ മുഴുകുന്ന ഈ ഭൂമിയിൽ ഇരുന്ന് ഭാഗവതം കേൾക്കാൻ സാധിക്കുന്ന ഒരു ഭാഗ്യം, അത് അവർണ്ണനീയം തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വരുന്ന 7 ദിവസങ്ങൾ നമുക്ക് ധന്യമാക്കണം, അനുഗ്രഹീതമാക്കണം, ജന്മം പവിത്രമാക്കണം, ജന്മം പൂർണ്ണമാക്കണം. ഒരു ഉറപ്പോടുകൂടി നമ്മൾ ഈ ഒരു 7 ദിവസം സത്താൻ കഴിയുമ്പോൾ പോകുന്നു. എനിക്കുറപ്പാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, ഗുരുവായൂരപ്പൻ കൂടെ. അത് വെറും ഒരു വാക്കാവില്ല, അതൊരു അനുഭവമായി, അതൊരു ഉള്ളിലുള്ള അനുഭൂതിയായി മാറുന്ന കാഴ്ച. അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ഈ ഭാഗവത സപ്താഹയജ്ഞം വഴിയൊരുക്കും. നമുക്ക് വരുന്ന 7 ദിവസങ്ങൾ ധന്യമാക്കാം. ഇനി ഉള്ള ദിവസങ്ങൾ നമുക്ക് അനവധി മഹത് വ്യക്തിത്വങ്ങളും ഇവിടെ വരുന്നുണ്ട്, വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ വരുന്നുണ്ട്, പല രാഷ്ട്രീയ നേതാക്കന്മാരും അവരും വരുന്നുണ്ട്. എല്ലാവരും വരണം, കാരണം ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഉണ്ടാവണം. എല്ലാവരും വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അനവധി പ്രോഗ്രാമുകൾ നമുക്കവിടെ ഉണ്ട്. ഇതൊരു മഹോത്സവമായിട്ട് മാറും. ജീവിതം അനുഗ്രഹീതമാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നാളെ കാലത്ത് 6 മണിക്ക് വിഷ്ണു സഹസ്രനാമ ജപത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഭീഷ്മ പിതാമഹനാണ് വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ മുന്നിൽ വെച്ച് ചൊല്ലുന്നത്. വിഷ്ണു സഹസ്രനാമം ഭീഷ്മ പിതാമഹൻ ശരശ്ശേരി കടം ചൊല്ലുക. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്നിധിയിൽ അത് യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാൻ. ഭഗവാൻ ഒരുപക്ഷെ ശരീരം ഉപേക്ഷിക്കുമ്പോഴും ഭഗവാനായാലും മനുഷ്യരൂപത്തിൽ വന്ന ശരീരം ഉപേക്ഷിക്കും. ആ ഭഗവാൻ അവസാനം ഒരുപക്ഷെ സ്മരിച്ചിട്ടുണ്ടാവുക വിഷ്ണു സഹസ്രനാമം. ഭാഗവതത്തിൽ പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവാൻ പിതാമഹം വീക്ഷഭൂതിരാത്മനോദിക്കൂ എന്നൊരു വരികളുണ്ട്. പിതാമഹനെ ഓർത്തുകൊണ്ടാണ് കൃഷ്ണൻ സ്വശരീരത്തെ ഉപേക്ഷിക്കുന്നത്. പിതാമഹനെ ഓർത്തു എന്ന് പറഞ്ഞാൽ പിതാമഹനെ പറഞ്ഞു ഓർത്തു എന്ന അർത്ഥത്താൽ വിഷ്ണു സഹസ്രനാമം ഭഗവാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നാമം.
കാലത്ത് 6 മണിക്ക് ഇവിടെ നമ്മൾ ഒന്നിച്ച് ജപിക്കും. ഞാൻ ഉറപ്പ് പറയും, ഭഗവാൻ ഇവിടെ വന്നിരിക്കും. കാരണം ഭഗവാൻ തന്നെ സ്മരിക്കുന്ന, ഭഗവാൻ തന്നെ സ്വരൂപമായിരിക്കുന്ന വിഷ്ണു സഹസ്രനാമം എവിടെയുണ്ടോ അവിടെയാണ് ഭഗവാൻ. നാരദരോട് ഭഗവാൻ പറയും, എത്ര ഗായന്തി മദ്ഭക്ത തത്ര തിഷ്ഠാമി നാരദ, നാഹം വസാമി വൈകുണ്ഠേ ന യോഗിനാം ഹൃദയേരിവ, എത്ര ഗായന്തി മദ്ഭക്ത തത്ര തിഷ്ഠാമി നാരദ. എവിടെ എൻ്റെ ഭക്തർ ഒന്നിച്ച് ജപിക്കുന്നുണ്ടോ, ഭജിക്കുന്നുണ്ടോ, ഞാൻ അവിടെ വന്നിരിക്കുന്നു. എനിക്കതിനേക്കാൾ ഒരു ആനന്ദം വേറെയില്ല. എൻ്റെ പറഞ്ഞ പോലെ ഉണ്ണിക്കണ്ണൻ ഇവിടെ വന്നത് കേൾക്കാൻ വരും, അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ കാലത്ത് 6 മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി നമ്മൾ ആരംഭിക്കും. കാര്യക്രമങ്ങളൊക്കെ നാളെ വിശദമായി പറയുന്നതായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം എന്ന വാക്കിന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഭഗവാൻ എന്നും കൂടെ, ഭഗവാൻ എന്നും ഒരുമിച്ച് പിടിച്ചുകൊണ്ട്, ഒറ്റയ്ക്കല്ല കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് ആ ഓർമ്മ തന്നുകൊണ്ട്, ഉറപ്പ് തന്നുകൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്നിരിക്കുന്ന എല്ലാ വിഘ്നീസിനും നല്ലൊരു അഭിനന്ദനം നിങ്ങളുടെ ഉണ്ടാവണം. ഇവിടെ ഓട്ടംതുള്ളൽ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. പൈതൃക ഗുരുവായൂരിന്റെ ഈ